വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. നമ്മളപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്ന് ഇവിടെ ഉള്ള ഒരു വലിയൊരു കത്തീഡ്രലിൽ പോവാണ്, ഹോളി ട്രിനിറ്റി ചർച്ച്. അപ്പോൾ ഞങ്ങളിവിടെ ടെക്നിക്കൽ മെട്രോ സ്റ്റേഷനിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ച് വന്നിട്ട് അവലാബാരിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 6 മെട്രോ സ്റ്റേഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ മെട്രോയിലാണ് പോണത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഞങ്ങൾ അവലാബാരി എത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് നടന്നാൽ നമ്മുടെ പള്ളി എത്തും. അതെ, അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പള്ളി ഞങ്ങൾക്ക് കുറച്ച് പരിചയമുള്ള പള്ളിയാണ്. കാരണം ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ അവലാബാരിയിലായിരുന്നു ഹോസ്റ്റൽ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 6 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഒരു 7 ആവുമ്പോൾ ഇവിടെ ചർച്ച് ക്ലോസ് ചെയ്യും. ഉള്ളിലോട്ട് കിടക്കാൻ പറ്റില്ല, പക്ഷെ പുറത്ത് തന്നെ ഗാർഡനും ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇടയ്ക്ക് വരാറുള്ള ഒരു പള്ളിയാണ് ഇത്. അപ്പോൾ നല്ല മെമ്മറീസ് ഒക്കെ ഉള്ള പള്ളിയാണ്. അപ്പോൾ പള്ളി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ കുർത്തയൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ ഡേ ടൈമിൽ ഒരു 23-24 ഡിഗ്രീസൊക്കെയാണ്. രാത്രിയാവുമ്പോൾ അറൗണ്ട് 60-70 ഒക്കെയാണ്. പക്ഷേ നല്ല ചൂടെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ. ജോർജിയ അങ്ങനെ അത്ര ഡെവലപ്ഡ് കൺട്രി ഒന്നല്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പഴയ ബിൽഡിങ്സ്, പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്സ് ഒക്കെ കാണാറുണ്ട്. പിന്നെ കൂടുതലും ഇങ്ങനെ കുറേ സ്കൈ സ്ക്രീപ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്സ്, മോഡേൺ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തലയ്ക്ക് വീഴാന്നുള്ള ബിൽഡിങ്സൊക്കെ കുറേ ഉണ്ട്. പിന്നെ ജോർജിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈൻ കണ്ടുപിടിച്ചത് ജോർജിയയിലാണ് ആദ്യമായിട്ട്. അപ്പോൾ ദേ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ഇത് ജോർജിയയിൽ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള ഏറ്റവും വലിയ പള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ വേൾഡിലെ 3rd ബിഗ്ഗസ്റ്റ് ചർച്ചാണ്, ഫങ്ഷണൽ ചർച്ചാണ്. ഇത് 2004 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര മാസീവ് ഒരു പള്ളിയാണ് ഇത്. ചുറ്റും അവിടെ അപ്പുറത്ത് സൂവും പിന്നെ ഗാർഡനും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലും ജോർജിയ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ കേട്ടോ. ഉള്ളിലോട്ട് വീഡിയോ അലൗഡ് ആണോ എന്ന് അറിയില്ല, എന്നാലും പറ്റണ പോലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അതെ, ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കാറുള്ളത്. ഇവിടെ ഇനിയിപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇവിടെ ഗാർഡൻ നിറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിരിക്കും, റോസസും അങ്ങനെ പലതരം ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ട്രിനിറ്റി പള്ളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പള്ളിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അവലാബാരിയിൽ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ മാറിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം എക്സാംസ് കഴിയുമ്പോഴാണ്, മെയിൻലി മിഡ് ടേംസും അതുപോലെ തന്നെ ഫൈനൽ എക്സാമും കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുള്ളത്. അത് മെയിൻലി ഞാൻ കാരണമാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറ്. കാരണം താൻ പതി ദൈവം പതി എന്നാണല്ലോ. അപ്പം ഞങ്ങളുടെ പതി മാക്സിമം നോക്കാറുണ്ട് എക്സാംസിന്. പക്ഷേ പകുതി ദൈവം കൂടെ വേണ്ടേ? ദൈവം കൂടെ വേണ്ടേ? അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ദൈവമേ എക്സാം ഈസി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മെഴുകുതിരി കത്തിക്കാന്നൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിക്കാനാണ് നമ്മൾ ഇന്ന് വന്നത്. ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ അതൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇനിയിപ്പോൾ അപ്പുറത്ത് സൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ കാണിച്ചു തരാം. കാണിച്ചതാണ് നമ്മുടെ സൂല. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കണ്ടപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇതിലും കൂടുതൽ ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ വന്ന സമയത്തൊക്കെ. പക്ഷെ ഇപ്പൊ എന്താവോ പീക്കോക്കും പിന്നെ കുറച്ച് കോഴി താറാവൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. അത് കാരണം ഞങ്ങൾ ഇത്രയും ചൂട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം വാട്ടർ ബോട്ടിലൊന്നും എടുത്തില്ല. അപ്പോൾ ത്രോട്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയി. അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ.